സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഓട്സ് കൊണ്ട് ഒരു ദോശ ഉണ്ടാക്കാം. അരക്കുകയോ കുതിർക്കുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. ശരിക്കും ഒഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. 3 കപ്പ് ഓട്സ് ഒരു പാത്രത്തിൽ വേണമെങ്കിൽ കുതിർത്ത് വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഇളക്കിയെടുക്കുക. അതിലേക്ക് ഓട്സ് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താലും മതി. പാലില്ലെങ്കിൽ വെള്ളമൊഴിച്ചാലും മതി. പാലൊഴിച്ചാൽ സ്വാദ് കൂടും, അതുകൊണ്ടാണ് പാലൊഴിക്കുന്നത്. ഇനി പാലില്ല എന്ന് കരുതി ദോശ മോശമൊന്നും ആകില്ല. സമയമില്ലെങ്കിൽ പാത്രത്തിലൊന്നും ഒഴിച്ച് ഇളക്കാതെ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 മുട്ടയാണ്. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ ദോശ ഹെൽത്തിയുമാണ്, ചുട്ടെടുക്കാൻ വളരെ എളുപ്പവുമാണ്. ഇത് ഒരിക്കൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇത് കൂടെ ഉണ്ടാക്കും. സാധാരണ ദോശയ്ക്ക് അരക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇനി 1 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മറ്റു ദോശയെ പോലെ അരച്ച് പൊങ്ങാൻ വെക്കണം എന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ഇടാം. ഈ ദോശ ചമ്മന്തിയുടെ കൂടെയോ കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കൂട്ടിക്കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് അരച്ചെടുത്ത മാവാണ്. കുട്ടികൾക്ക് ഉപ്പിന് പകരം മധുരമാണ് ഇഷ്ടമെങ്കിൽ അതും ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ്.
ഓട്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഓട്സ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ എടുത്ത എല്ലാ ഓട്സും അരച്ചെടുക്കാം. ഇത് സാധാരണ ദോശയുടെ പാകത്തിൽ തന്നെയാണ് അരച്ചെടുത്ത് ഇളക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ദോശ നല്ല സോഫ്റ്റ് ദോശയാണ്. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ചുട്ടെടുക്കാം. ഈ ദോശ അട പോലെയും ചുട്ടെടുക്കാം. അതിന് അരമുറി തേങ്ങയെടുത്ത് ചക്കരയും ചേർത്ത് കുഴച്ച് വയ്ക്കാം. അതും എങ്ങനെയെന്ന് കാണിച്ചു തരാം. എങ്ങനെ ചുട്ടാലും ദോശ സൂപ്പർ തന്നെയാണ്. ചമ്മന്തി അരച്ചും കഴിക്കാം, മധുരം കൂട്ടിയും കഴിക്കാം. രണ്ടിനും പറ്റിയ ഒരു ദോശയാണ്. ഇനി കറി ഉണ്ടാക്കാൻ സമയമില്ലാത്തവർ ഈ അട പോലെ ഒന്ന് ചുട്ടു നോക്കൂ. ഇതുണ്ടാക്കാൻ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാകും. ഇങ്ങനെ ദോശ ചുട്ട ശേഷം ഉള്ളിൽ വെച്ച് മടക്കിയെടുത്താൽ അടയായി. ദോശയായും കഴിക്കാം, അടയായും കഴിക്കാം. ഇനി ആർക്കും വിശക്കുമ്പോൾ ദോശയായോ അടയായോ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് ഇത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി കഴിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.